1966 ജൂൺ 16 പ്രഭാതം. പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്ക് സമീപമുള്ള മന്ദമരുതി മാടത്തെരുവിയിലെ തേയിലത്തോട്ടത്തിൽ കൊളുന്ത് നുള്ളാനെത്തിയതായിരുന്നു ആ സ്ത്രീകൾ. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. തേയിലത്തോട്ടത്തിൽ ഒരു സ്ത്രീ കിടക്കുന്നു. എന്തു പറ്റിയെന്ന ആകാംക്ഷയോടെ അവളുടെ അടുത്തെത്തിയ അവർ ഞെട്ടിപ്പോയി. അതൊരു മൃതദേഹമായിരുന്നു. ചട്ടയും മുണ്ടും വേഷം ധരിച്ച 40-ലധികം പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു മരിച്ചു കിടന്നത്. അവരുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നു. ബലാത്സംഗത്തിന് വിധേയായതുപോലെയായിരുന്നു ആ മൃതശരീരം കാണപ്പെട്ടത്. ആരാണ് ആ സ്ത്രീ? അവരെ ആരാണ് കൊന്നത്? ആ മൃതദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മാടത്തെരുവി കൊലക്കേസ്, മന്ദമരുതി കൊലക്കേസ്, മൈനത്തെരുവി കൊലക്കേസ്, മറിയക്കുട്ടി കൊലക്കേസ് എന്നിങ്ങനെ പല പേരുകളിൽ പിന്നീട് കുപ്രസിദ്ധി ആർജിച്ച ഒരു കൊലപാതകമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്. ഈ കൊലപാതകത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും പ്രതിയായി വിധിച്ചതും ഒരു കത്തോലിക്ക പുരോഹിതനെയായിരുന്നു. ഫാദർ ബെനഡിക്റ്റ് ഓണംകുളമായിരുന്നു ആ നിർഭാഗ്യം. ലോകം മുഴുവൻ നടുങ്ങിയ ഒരു കൊലപാതകമായിരുന്നു അത്. കാരണം ഒരു ക്രൈസ്തവ പുരോഹിതൻ, പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിതൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കൊലക്കേസായിരുന്നു മറിയക്കുട്ടിയുടേത്. വർഷങ്ങൾ പലതും കടന്നുപോയിട്ടും ഇന്നും വിവാദങ്ങളിൽ പെട്ടുഴലുന്ന ആ കൊലപാതക കേസിന്റെ പിന്നാമ്പുറ കഥകളാണ് ഷെക്കീന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങളിൽ ഇന്ന് പറയുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മറിയക്കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം ആരായിരുന്നുവെന്ന് അറിയട്ടെ. 1929 അതിരമ്പുഴയിലെ ഓണംകുളത്തെ തറവാട്ടിലായിരുന്നു ഫാദർ ബെനഡിക്റ്റിന്റെ ജനനം. പാപ്പൂട്ടി എന്നായിരുന്നു വീട്ടുകാർ വിളിച്ചിരുന്നത്. ചെറുപ്പം മുതൽക്കേ ദൈവാഭിമുഖ്യത്തിൽ വളർന്നു വന്ന പാപ്പൂട്ടിക്ക് മുതിർന്നപ്പോൾ വൈദികനാകണമെന്നായിരുന്നു ആഗ്രഹം. മാന്നാനം സെയിന്റ് എഫ്രൈം സ്കൂളിലെ പഠനത്തിന് ശേഷം 1950 സെമിനാരിയിൽ ചേർന്നു. 1959 പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള വിവിധ ഇടവകകളിലായിരുന്നു ആദ്യകാലത്ത് സേവനം ചെയ്തിരുന്നത്. 1962 മന്ദമാരുതിക്കടുത്തുള്ള കണ്ണമ്പള്ളി ഇടവകയിൽ ഇടവക വികാരിയായി ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം എത്തിയത്. 1962 മുതൽ 64 വരെ ആലപ്പുഴ ചക്കരക്കടവ് പള്ളിയിൽ വികാരിയായി, ചങ്ങനാശ്ശേരിയിൽ സെയിന്റ് ജോസഫ് ഓർഫനേജ് പ്രസിൽ മാനേജരായും സേവനം ചെയ്തിട്ടുണ്ട്. ഇനി മറിയക്കുട്ടിയെ കുറിച്ച് പറയാം. ആലപ്പുഴ പട്ടണത്തിലുള്ള അവലോക്കുന്നിലായിരുന്നു മറിയക്കുട്ടിയുടെ വീട്. ഫാദർ ബെനഡിക്റ്റ് സേവനം ചെയ്യുന്ന പള്ളിയിൽ നിന്ന് 3 മൈൽ ദൂരത്തിലായിരുന്നു മറിയക്കുട്ടി താമസിച്ചിരുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് മാറി താമസിച്ച ഉപ്പായിയുടെയും മറിയാമ്മയുടെയും 8 മക്കളിൽ 2ാമത്തെ ആളായിരുന്നു മറിയക്കുട്ടി. ദരിദ്ര കുടുംബമായിരുന്നു അവരുടേത്. 3 തവണ മറിയക്കുട്ടി വിവാഹിതയായി. 3ാമത്തെ ഭർത്താവിന് പക്ഷാഘാതം പിടിച്ചപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി മറിയക്കുട്ടി സ്വന്തം വീട്ടിലെത്തി. അധികം വൈകാതെ 3ാമത്തെ ഭർത്താവും മരിച്ചു. ഇളയ കുട്ടിയെ സഹോദരിയെ ഏൽപ്പിച്ച് വൈകുന്നേരത്തോടെ തിരികെ എത്തുമെന്ന് പറഞ്ഞാണ് അന്ന് മറിയക്കുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. അതായത് ജൂൺ 14. പക്ഷേ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അത് തന്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് മറിയക്കുട്ടി കരുതിയില്ല. എന്നാൽ സംഭവിച്ചത് അതായിരുന്നു. പിന്നീട് ഒരിക്കലും മറിയക്കുട്ടി അവിടേക്ക് ജീവനോടെ തിരികെ എത്തി. മകളെ കാത്ത് മറിയക്കുട്ടിയുടെ അമ്മയും അമ്മയെ കാത്ത മറിയക്കുട്ടിയുടെ മക്കളും നേരം വെളുപ്പിച്ചു. മറിയക്കുട്ടി തിരിച്ചെത്തിയില്ല. അപ്പോഴാണ് മാടത്തെരുവിയിലെ തേയിലത്തോട്ടത്തിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. സംശയം തോന്നിയ മറിയക്കുട്ടിയുടെ അമ്മയും 16-കാരി മൂത്ത മകളും മൃതദേഹം കാണാനെത്തി. ശരീരമാസകലം 10ഓളം കുത്തുകളേറ്റ് മരിച്ചു കിടക്കുന്നത് മറിയക്കുട്ടിയാണെന്ന് അമ്മയും മകളും തിരിച്ചറിഞ്ഞു. അങ്ങനെ തേയിലത്തോട്ടത്തിൽ ആരും തിരിച്ചറിയപ്പെടാതെ കിടന്ന മൃതദേഹത്തിന് വിലാസമായി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മറിയക്കുട്ടിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദി ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം ആയതെങ്ങനെ? മറിയക്കുട്ടിയുടെ മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങളോ കയ്യിലുണ്ടായിരുന്ന പണമോ നഷ്ടപ്പെടാതെ ഇരുന്നതിനാൽ കവർച്ചാശ്രമം ചെറുക്കുന്നതിനിടയിലല്ല മറിയക്കുട്ടി മരണമടഞ്ഞതെന്ന് പോലീസിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായി. അങ്ങനെയെങ്കിൽ മറിയക്കുട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആരെങ്കിലും ആയിരിക്കും ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് സംശയിച്ചു. ആ വഴിക്ക് അന്വേഷണവും ആരംഭിച്ചു. ജയറാം പടിക്കലായിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്
ചരിത്രത്താളുകളിൽ ജയറാം പടിക്കൽ കുപ്രസിദ്ധി നേടിയിരിക്കുന്നത്. മറിയക്കുട്ടി കൊലക്കേസിന് 10 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം. ഈ സമയത്താണ് പോലീസിന്റെ ക്രൂരതകൾ കൊണ്ട് കേരളം നടുങ്ങിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ പ്രധാനി ജയറാം പടിക്കലായിരുന്നു. വിവാദമായ രാജൻ കേസ് ജയറാം പടിക്കലിന്റെ കാലത്താണ് സംഭവിച്ചത്. ജയറാം പടിക്കലിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏറ്റെടുക്കുന്ന കേസുകളിലെല്ലാം വിജയിക്കണം, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പ്രതിയാക്കണം എന്ന രീതി. ഈ രീതിക്ക് ഇരയാകേണ്ടി വന്നത് ഫാദർ ബെനഡിക്റ്റ് ഓണംകുളമായിരുന്നു. ലഭ്യമായ ചില സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമായിരുന്നു ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തിലേക്ക് പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചത്. 1962-64 കാലയളവിൽ ഫാദർ ബെനഡിക്റ്റ് ചക്രക്കടവിൽ വികാരിയായിരുന്ന സമയത്ത് മറിയക്കുട്ടിയുമായി അച്ഛന് പരിചയമുണ്ടായിരുന്നതും അതേസമയം തന്നെ അച്ഛൻ മാടത്തരുവിക്ക് സമീപമുള്ള കണ്ണമ്പള്ളിയിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചിരുന്നുവെന്നതും ഈ കേസിൽ അച്ഛനെ കുടുക്കാനുള്ള സാധ്യതകളായിരുന്നു. ജൂൺ 14-ാം തീയതി, അതായത് മറിയക്കുട്ടി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയതിന് 10 ദിവസം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് മറിയക്കുട്ടിയും അച്ഛനും തമ്മിൽ കണ്ടുമുട്ടിയതിന് പോലീസ് തെളിവുകളും കണ്ടെത്തി. അരമനയ്ക്ക് പുറത്തായി ഒരു ബുക്ക് ഡിപ്പോയുടെ ചുമതല കൂടി അച്ഛനുണ്ടായിരുന്നു. ചക്കരപ്പള്ളി ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പാവങ്ങൾക്കായുള്ള ഗോതമ്പും പാൽപ്പൊടിയും വിതരണം ചെയ്തിരുന്നതും ബെനഡിക്റ്റ് അച്ഛനായിരുന്നു. മറിയക്കുട്ടിയുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കിയ അച്ഛൻ പല കാര്യങ്ങളിലും അവളെ സഹായിക്കാറുമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലവും ബന്ധവും ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നതും പ്രതിയായി കുറ്റം ചുമത്താൻ ഏറെ പോലീസിനെ സഹായിച്ചു. ഇതിനു പുറമെ ജൂൺ 15-ാം തീയതി രാത്രി സംശയാസ്പദമായ രീതിയിൽ അച്ഛനെ സംഭവം നടന്ന പരിസരങ്ങളിൽ വെച്ച് കണ്ടതായും ചിലർ മൊഴി നൽകി. മറിയക്കുട്ടിയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും ഇതിനകം പല കഥകൾ പ്രചരിച്ചു തുടങ്ങി. 3 തവണ വിവാഹിതയായതുകൊണ്ടും 3ാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോന്നതുകൊണ്ടും കഥകൾ മെനയുക താരതമ്യേന എളുപ്പവുമാണല്ലോ. അതനുസരിച്ച് കൊലപാതക കേസിൽ അച്ഛനെ 1-ാം പ്രതിയാക്കാൻ പോലീസ് മെനഞ്ഞ കഥ ഇപ്രകാരമായിരുന്നു. ഓണംകുളം അച്ഛനും മറിയക്കുട്ടിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഇളയ കുട്ടി അച്ഛൻ്റെതാണെന്ന് പറഞ്ഞ മറിയക്കുട്ടി അച്ഛനെ ഭീഷണിപ്പെടുത്താറുമുണ്ടായിരുന്നു. ആ ഭീഷണിയിൽ നിന്ന് ഒഴിവാകാൻ സ്നേഹം നടിച്ച് അച്ഛൻ മറിയക്കുട്ടിയെ കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. സമർത്ഥമായിരുന്നു ആ തിരക്കഥ. മൃതദേഹത്തിന് സമീപം കണ്ട കത്തി, പുതപ്പ്, ബാഗിൽ ഒളിപ്പിച്ച രക്തക്കറ പുരണ്ട ലോഹ, പാതിരാത്രിയിൽ പരിഭ്രമത്തോടെ നടന്നു വരികയായിരുന്ന അച്ഛനെ നേരിൽ കണ്ടുവെന്ന സാക്ഷിമൊഴി തുടങ്ങിയ പലതും കൂടുതൽ വിശ്വാസയോഗ്യവുമായി. അതിൽ പ്രകാരം 1966 ജൂൺ 26-ാം തീയതി ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അത്. ഒരു കത്തോലിക്ക പുരോഹിതൻ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുക എന്നൊരു ദുഃഖകരമായ സംഭവം. എല്ലാ പത്രങ്ങളും മുൻപും പിൻപും നോക്കാതെ ഓണംകുളം അച്ഛൻ കുറ്റവാളിയാണെന്ന് വിധി എഴുതി. അക്കാലത്ത് സജീവമായിരുന്ന ചില മഞ്ഞപ്പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് സചിത്ര പരമ്പര തന്നെ എഴുതി. അതോടെ അവയുടെ സർക്കുലേഷനും കുതിച്ചുയർന്നു. വൈദികരും പൗരോഹിത്യവും സഭയും പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിക്കപ്പെട്ടു. വൈദികർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അത്യന്തം ദയനീയമായ സാഹചര്യം. പുറത്തിറങ്ങുന്ന വൈദികരെ മാടത്തരുവിയെന്നും മറിയക്കുട്ടിയെന്നും ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് വിളിച്ചു തുടങ്ങി. അപമാന ഭാരത്താൽ അന്ന് ശിരസ് കുനിച്ചത് ഒരു വൈദികൻ മാത്രമായിരുന്നു, കേരള സഭയിലെ മുഴുവൻ വൈദികരുമായി. നിരപരാധിയെ കല്ലെറിഞ്ഞതും പോരാ, ആ സമൂഹത്തെ മുഴുവനും തന്നെ ക്രൂശിക്കുക, ആ പതിവ് ഇന്നും തുടരുന്നുവെന്നാണ് സമീപകാല സംഭവങ്ങൾ പലതും വ്യക്തമാണ്. നമുക്ക് വീണ്ടും കേസിലേക്ക് വരാം. കൊല്ലം സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ. പി കുഞ്ഞിരാമൻ വൈദ്യരായിരുന്നു ജഡ്ജി. പ്രതി അച്ഛൻ തന്നെയാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നാണ് വിചാരണ വേളയിൽ സാക്ഷിയായവർ പിന്നീട് രേഖപ്പെടുത്തിയത്. വളരെ അലസമായ കസേരയിൽ ചാരിക്കിടന്ന് എന്നിട്ട് എന്ന വിധത്തിൽ നിരുത്തരവാദപരമായിട്ടത്രേ വിചാരണ അദ്ദേഹം കേട്ടത്. എന്തായാലും പ്രതിയായി ആരോപിക്കപ്പെട്ട ഫാദർ ബെനഡിക്റ്റിനെ 5 വർഷം തടവിനും മരണം വരെ തൂക്കിക്കൊല്ലാനുമായിരുന്നു കൊല്ലം സെഷൻസ് കോടതിയുടെ വിധി. 1966 നവംബർ 19-നായിരുന്നു ഈ വിധി. ഈ വിധി പ്രസ്താവം വിശ്വാസികളേവരെയും ഞെട്ടിച്ചു. അന്നത്തെ ചങ്ങനാശ്ശേരി മെത്രാനായിരുന്ന ദേവദാസൻ കാമുകാട്ടു പിതാവിന് ഇത് കേട്ട് ഹൃദയാഘാതം പോലും ഉണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിവേഗ കോടതിയാണ് അച്ഛനെ വിധിച്ചത്. 1966 ജൂൺ 15-ന് മറിയക്കുട്ടി കൊല്ലപ്പെട്ടു. ജൂൺ 26-ന് അച്ഛനെ അറസ്റ്റ് ചെയ്തു. അതേ വർഷം നവംബർ 19-ന് കോടതി വധശിക്ഷയും വിധിച്ചു.
നിയമകാര്യങ്ങൾക്ക് എന്തൊരു വേഗത അല്ലേ? ഇത്രയും വേഗത മറ്റൊരു കാര്യത്തിലും അതിനു മുമ്പോ അതിനുശേഷമോ കണ്ടിട്ടില്ല. അല്ലെങ്കിലും പ്രമാദമായ കേസുകളിൽ പഴുതടച്ച അന്വേഷണവും കുറ്റമറ്റ വിസ്താരവും അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചൊല്ലുപോലെയായിരുന്നു കാര്യം. വിധി പ്രസ്താവം കേട്ട് ഫാദർ ബെനഡിക്ട് ഓണംകുളം അക്ഷോഭ്യനായി. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം മനസ്സിനെ ഏതു വിധിയും സ്വീകരിക്കാൻ തക്കവിധം പരുവപ്പെടുത്തിയെടുത്തിരിക്കണം. പീലാത്തോസിന്റെ കോടതി വരാന്തിയിൽ അന്യായമായി വിധിക്കപ്പെട്ടു നിന്ന ക്രിസ്തുവും അവനെ ക്രൂശിക്ക എന്ന അർത്ഥഘട്ടിച്ച് ജനക്കൂട്ടവും അച്ഛന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നിരിക്കണം. ബറാബാസുമാരെ വിട്ടുകെട്ടാൻ ക്രിസ്തുമാർ ക്രൂശിക്കപ്പെടുന്നത് ആദ്യത്തെ സംഭവമെന്ന് വന്നത്. അച്ഛന് വധശിക്ഷ വിധിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ സന്തോഷിക്കാനും ഉണ്ടായിരുന്നു ഒരുപറ്റം ആളുകൾ. അവർ ആ വിധിയെ ഉത്സവമാക്കി മാറ്റി. എന്നാൽ നിരപരാധിയുടെ കണ്ണീര് ദൈവം കാണുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ തന്നെ കുറ്റക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചോട്ടെ, പക്ഷേ തൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ മാത്രമാണ് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചത്. ജയിലിൽ നിന്ന് അച്ഛൻ മാതാപിതാക്കൾക്ക് എഴുതിയ കത്ത് അതിൻ്റെ വലിയൊരു തെളിവാണ്. തനിക്ക് മറിയക്കുട്ടിയിലെന്നല്ല, ലോകത്ത് ഒരു സ്ത്രീയിലും കുഞ്ഞുങ്ങളില്ല എന്നായിരുന്നു അച്ഛൻ കത്തിൽ എഴുതിയിരുന്നത്. അതുപോലെ വിശുദ്ധ കുർബാനയെ സാക്ഷിയാക്കി അദ്ദേഹം രൂപതാധ്യക്ഷനോടും ഇക്കാര്യം ആവർത്തിക്കുന്നു. തനിക്ക് മാത്രമേ അറിയാവുന്നതും താൻ മാത്രം സൂക്ഷിക്കേണ്ടതുമായ ഒരു രഹസ്യം അപ്പോഴെല്ലാം അച്ഛൻ്റെ ഉള്ളിലിരുന്ന് വിതുമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെന്നല്ല, ജീവിതാന്ത്യം വരെയും അദ്ദേഹം ആ രഹസ്യം കാത്തു സൂക്ഷിച്ചു. ആ കഥ പിന്നാലെ പറയാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ക്രൂശിക്കപ്പെടരുത് എന്നാണല്ലോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആഹ്വാനം. അതനുസരിച്ച് കേസിൽ അപ്പീൽ കൊടുക്കാൻ തന്നെ സഭ തീരുമാനിച്ചു. ഹൈക്കോടതിയിൽ സഭ അപ്പീൽ സമർപ്പിച്ചു. സെഷൻസ് കോടതി ശരിവച്ചത് മുഴുവൻ പ്രഥമദൃഷ്ട്യാ തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. പാതിരാത്രിയിൽ പരിഭ്രമത്തോടെ അച്ഛനെ കണ്ടുവെന്നതുപോലെയുള്ള സാക്ഷിമൊഴികളുടെ പൊള്ളത്തരങ്ങൾ ഹൈക്കോടതി പൊളിച്ചെടുക്കി. മറിയക്കുട്ടിയുടെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ട കത്തിയും ഉതപ്പും ഇതുപോലെ തന്നെ അവാസ്തവവും കോടതിയിൽ നിലനിൽക്കാത്ത വിധം സാധൂകരിക്കപ്പെടുന്നതല്ല എന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രാമൻ നായർ പ്രസ്താവിച്ചു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതോടെ കുറ്റവിമുക്തനായി അദ്ദേഹം പുറത്തേക്ക് വന്നു. 1967 ഏപ്രിൽ 7 ഹൈക്കോടതി അച്ഛനെ കുറ്റവിമുക്തനാക്കിയത്. തിരുവനന്തപുരം ജയിലിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തെ സ്വീകരിക്കുവാനും കാണുവാനുമായി വീഥിയുടെ ഇരുവശങ്ങളിലും ആളുകൾ കാത്തു നിന്നിരുന്നുവെന്നാണ് കഥ. ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുക പോലും ചെയ്തു. അച്ഛനെ സാധാരണക്കാരായ ആളുകൾ എത്രത്തോളം വിശ്വസിച്ചിരുന്നുവെന്നതിൽ ഇതിൽ പരം വലിയ തെളിവുകളൊന്നും വേണ്ട. എങ്കിലും തുടർന്നുള്ള കാലം അദ്ദേഹം കന്യാകുമാരിയിലാണ് സേവനം ചെയ്തത്. അവിടെയുള്ള ഒരു മിഷൻ കേന്ദ്രത്തിലായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. പിന്നീട് ജീവിത സായാഹ്നമായപ്പോഴാണ് അച്ഛൻ കേരളത്തിലേക്ക് തിരികെ വന്നത്. എത്ര കഴുകിയിട്ടും മാഞ്ഞു പോകാത്ത കറ പോലെ കുറ്റവിമുക്തനാക്കപ്പെട്ടുവെങ്കിലും കൊലയാളി എന്ന പേര് അദ്ദേഹത്തിൽ നിന്ന് മാഞ്ഞു പോയില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. അതുകൊണ്ട് തന്നെ അപമാന ഭാരത്തിന്റെ തീച്ചുളയിലാണ് ജീവിതാന്ത്യം വരെ അദ്ദേഹം ജീവിച്ചത്. അതിരമ്പുഴയിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴായിരുന്നു മരണം അദ്ദേഹത്തെ തേടി വന്നത്. 2001 ജനുവരി 3 ഭൂമിയിലെ എല്ലാ സഹനങ്ങൾക്കും വിരാമം കുറിച്ചുകൊണ്ട് നിത്യപിതാവിന്റെ പക്കലേക്ക് ആ സഹനദാസൻ യാത്ര. ആ മരണത്തിന് 1 വർഷം മുമ്പാണ് ഓണംകുളം അച്ഛന്റെ ജീവിതത്തിൽ ആ സംഭവം നടന്നത്. കൃത്യമായി പറഞ്ഞാൽ 2000 ജനുവരി 14 വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന അച്ഛനെ കാണാൻ അന്ന് ചില അതിഥികളെത്തി. ഒരു ഡോക്ടറുടെ 95-കാരിയായ വിധവയും മക്കളുമായിരുന്നു ആ സന്ദർശകർ. അന്ന് വരെ ലോകമറിയാത്ത ഒരു രഹസ്യവുമായിട്ടാണ് അന്നവർ അവിടെ എത്തി. അതിൽ മറിയക്കുട്ടിയുടെ കൊലപാതക രഹസ്യം മുഴുവനും ഉണ്ടായിരുന്നു. ഒരു മുതലാളിയുമായി മറിയക്കുട്ടിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും അതിൽ മറിയക്കുട്ടി ഗർഭിണിയായെന്നും മറിയക്കുട്ടിയുടെ ഉദരത്തിലെ കുഞ്ഞ് തനിക്കൊരു ഭീഷണിയാകുമെന്ന് ഭയന്ന മുതലാളി തൻ്റെ സുഹൃത്തായ ഡോക്ടറുടെ സഹായത്തോടെ മറിയക്കുട്ടിയെ അബോർഷന് വിധേയമാക്കിയെന്നും അതിനിടയിൽ മറിയക്കുട്ടി കൊല്ലപ്പെട്ടു എന്നുമായിരുന്നു ആ വെളിപ്പെടുത്തൽ. പരിഭ്രാന്തരായ ഡോക്ടറും മുതലാളിയും മറിയക്കുട്ടിയുടെ മൃതദേഹം തേയിലക്കാട്ടിൽ കൊണ്ടുപോയി ഇടുകയും കൊലപാതകമാണ് നടന്നതെന്ന് തെളിയിക്കാനായി ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. സാഹചര്യ തെളിവുകൾ ഉപയോഗിച്ചും മേലധികാരികളെ സ്വാധീനിച്ചും പണം ചെലവാക്കിയും മുതലാളി ഫാദർ ബെനഡിക്റ്റിനെ പ്രതിയാക്കി മാറ്റുകയായിരുന്നു. മാത്രവുമല്ല, മറിയക്കുട്ടി മുതലാളി സഹായിച്ചിരുന്നത് അച്ഛൻ വഴിയുമായിരുന്നു. തന്റെ കുടുംബത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കാരണം ഭർത്താവ് ചെയ്ത പാപഭാരമാണെന്ന ഒരു
ധ്യാനാവസരത്തിൽ മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രായശ്ചിത്തം എന്നോണമാണ് ഡോക്ടറുടെ ഭാര്യ ഇക്കാര്യങ്ങളെല്ലാം അച്ഛനോട് വെളിപ്പെടുത്തിയത്. മുതലാളിയുമായി തനിക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഒരുപക്ഷെ മറിയക്കുട്ടി കുമ്പസാരത്തിൽ അച്ഛനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ കുമ്പസാര രഹസ്യം ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല എന്ന നിയമം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് അച്ഛൻ സംശയത്തിന്റെ നിഴൽ പോലും മുതലാളിയിലേക്ക് എത്താതിരിക്കാൻ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. കുമ്പസാര രഹസ്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറായ വിശുദ്ധരുടെ പട്ടികയിലേക്കാണ് ഇവിടെ ബെനഡിക്ട് അച്ഛൻ ഉയർത്തപ്പെടുന്നത്. കുറ്റം സമ്മതിക്കുന്നതിനായി അച്ഛന് കഠിനമായ ദേഹോപദ്രവം ഏൽക്കേണ്ടതായി വന്നു. അച്ഛന്റെ വിരലുകൾ പോലീസ് ഷൂസ് കൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ലാത്തി കൊണ്ട് ദേഹമാസകലം മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ലാത്തി അടിയുടെ പാടുകൾ വളരെ കാലം അച്ഛന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പോലീസിന്റെ 3ാം മുറ പ്രയോഗത്തിനിടയിലും കൊടും പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുറ്റം സമ്മതിക്കാൻ നിരവധി തവണ നിർബന്ധിക്കപ്പെടുമ്പോഴും എനിക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രമേ അച്ഛൻ ആവർത്തിച്ചിരുന്നുള്ളൂ. അതാവട്ടെ പോലീസിന്റെ കോപം ഇരട്ടിപ്പിക്കുകയും വീണ്ടും കഠിന പീഡനങ്ങളിലൂടെ അച്ഛന് കടന്നു പോകുകയും ചെയ്യേണ്ടതായി വന്നു. ബെനഡിക്ട് അച്ഛന്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ട് ഫാദർ MJ കളപ്പുരയ്ക്കൽ എഴുതിയ അഗ്നിശുദ്ധി എന്ന പുസ്തകം അക്കാലത്ത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. മറിയക്കുട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്ന മുതലാളിയുടെ പേരുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനെതിരെ മുതലാളിയുടെ മകൻ രംഗത്ത് വന്നതും മറ്റൊരു കഥ. അതിരമ്പുഴയുടെ അഗ്നി നക്ഷത്രം എന്ന പേരിൽ ഓണംകുളം അച്ഛനെ കുറിച്ച് മറ്റൊരു പുസ്തകവും ഇറങ്ങിയിട്ടുണ്ട്. അതിലും അച്ഛന്റെ നിരപരാധിത്വം വിവരിക്കുന്നുണ്ട്. മറിയക്കുട്ടി കൊലപാതകം അക്കാലത്ത് ചില സിനിമകൾക്ക് കഥയായിട്ടുണ്ട്. അതിലൊരു ചിത്രത്തിൽ ഷീലയും മറ്റൊരു സിനിമയിൽ മിസ് കുമാരിയുമായിരുന്നു നായികമാർ. മൈനത്തെരുവ് കൊലക്കേസ് എന്നും മറിയക്കുട്ടി എന്നുമായിരുന്നു പ്രസ്തുത സിനിമയുടെ പേരുകൾ. ഉദയ, നീല എന്നീ നിർമ്മാണ കമ്പനികളാണ് ചിത്രം നിർമ്മിച്ചത്. അക്കാലത്തെ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത്. അല്ലെങ്കിലും സഭയെയും വൈദികരെയും അപമാനിച്ചുള്ള സാഹിത്യകൃതിയോ സിനിമയോ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും സാധാരണമാണ്. ആധുനിക കേരള സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹീന സംഭവമായിരുന്നു മറിയക്കുട്ടി കൊലപാതകവും തുടർന്നുള്ള അറസ്റ്റും. സഭയെ അപമാനിക്കാനും ചെളി വാരിയെറിയാനും തക്കം പാർത്തിരുന്നവർക്ക് കിട്ടിയ വലിയൊരു വടിയായിരുന്നു ഈ സംഭവം. വർഷങ്ങൾ പലതും കടന്നുപോയിട്ടും ഇന്നും സ്ഥാനത്തും അസ്ഥാനത്തും സഭാശത്രുക്കൾ എടുത്തു കാണിക്കുന്നതും ഈ സംഭവം തന്നെ. നീതിന്യായ പീഠം വെറുതെ വിട്ടിട്ടും ആൾക്കൂട്ട വിചാരണ കോടതി മുറികളിൽ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിന്റെ ശിക്ഷ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതും അത്യന്തം അപലപനീയം തന്നെ.